നമസ്കാരം. മോദിയുടെ 10 വർഷത്തെ പൊളിച്ചടുക്കിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ തകർപ്പൻ ലോക്സഭാ പ്രസംഗത്തിൽ അടപടലം ചൂളിയ ബി ആ പ്രസംഗത്തിന്റെ നിറം കെടുത്താനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കുക എന്ന കാര്യമാണ് ഇതിൽ ആദ്യം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശമാണ് സഭാരേഖകളിൽ നിന്ന് നീക്കിയത്. ഹ്രസ്വകാല സൈനിക റിക്രൂട്ട്മെന്റിനുള്ള അഗ്നിവീർ പദ്ധതിയെയും രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. അഗ്നിവീർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യൂസ് ആൻഡ് ത്രോ പദ്ധതിയാണെന്നും കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ട് ഗാന്ധിയുടെ ആരോപണം തള്ളി. രാഹുൽ ഹിന്ദു മതത്തെ മുഴുവൻ അപമാനിച്ചെന്നാരോപിച്ച് മോദി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. 2 തവണ ഇടപെട്ട മോദിയെ കൂടാതെ 1 മണിക്കൂറും 40 മിനിറ്റും നീണ്ട ഗാന്ധിയുടെ പ്രസംഗത്തിൽ കുറഞ്ഞത് 5 ക്യാബിനറ്റ് മന്ത്രിമാരെങ്കിലും ഇടപെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനിടയിൽ രാഹുലിനോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയായിരുന്നു പരാമർശം രേഖകളിൽ നിന്നും നീക്കിയത്. ഇന്നലെ രാഹുലിൽ നിന്നും ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി ഇനി ഉണ്ടാവാതിരിക്കാനും അഥവാ ഉണ്ടായാൽ അതെങ്ങനെ നേരിടണം എന്ന് പുതിയ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്ത് അടിയന്തര സ്റ്റഡി ക്ലാസ് നടത്താനും ബി തയ്യാറായി. പാർലമെന്ററി നിയമങ്ങളും പെരുമാറ്റങ്ങളും പാലിക്കാൻ NDAയിലെ MP-മാരോട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗങ്ങൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശം നൽകി. MP-മാർ തങ്ങളുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ വിവരമുള്ളവരായിരിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. മാധ്യമങ്ങളോട് അഭിപ്രായം പറയുന്നതിന് മുമ്പ് പ്രസ്തുത കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കണമെന്നും അദ്ദേഹം MP-മാരോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി BJPക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്നുണ്ടായ സഭയിലെ ബഹളത്തിന് പിന്നാലെയാണ് മോദിയുടെ ഉപദേശം. BJPയുടെ ഉന്നത നേതാക്കളും മന്ത്രിമാരും പങ്കെടുത്ത NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് മോദി MP-മാരെ ഉപദേശിച്ചത്. തങ്ങൾക്കിടയിലെ ഏകോപനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നടന്നതെന്നാണ് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞതെങ്കിലും മാറിയ സാഹചര്യത്തിൽ സഭയിൽ ഇടപെടേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിലാണ് പ്രാഥമികമായി പര്യാലോചന നടന്നത്. നേരത്തെ 10 വർഷം ഏകപക്ഷീയമായി നടത്തിയിരുന്ന സഭ അമ്മട്ടിൽ ഇനി നടത്താനാവില്ലെന്ന് 18ാം ലോക്സഭ ചേർന്ന ആദ്യ ദിനങ്ങളിൽ തന്നെ BJP നേതൃത്വത്തിന് ബോധ്യമായിരിക്കുകയാണ്. വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്ന പ്രതിപക്ഷം അംഗബലത്തിലും ആയുധബലത്തിലും മികവ് തെളിയിക്കുന്ന കാഴ്ചയാണ് ലോക്സഭയിൽ കണ്ടത്. നേരത്തെ മോദി മോദി എന്ന് സംഘമായി വിളിച്ചു പറഞ്ഞ് പ്രതിപക്ഷത്തെ നിർവീര്യമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതുമാത്രം പോരാ എന്ന നില വന്നിരിക്കുകയാണ്. അത്ര തന്നെ ശക്തിയിൽ രാഹുൽ രാഹുൽ എന്ന വിളികളും ഉയരുന്ന സാഹചര്യം സഭയിൽ ഉണ്ടായത് കൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് അനുദിനം കൂടി വരുന്നതും BJPയെ ആഴത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഒരു പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞതോടെ ലോക്സഭ ഇനിയൊരിക്കലും പഴയ പോലെ ആവില്ലെന്ന സൂചന വന്നു കഴിഞ്ഞു. മാറിയ സാഹചര്യത്തെ സമർത്ഥമായി നേരിടാൻ BJP എന്ത് തന്ത്രമാവും മെനയുക എന്ന് കാത്തിരുന്ന് കാണാം.